പ്രിയക ദൈവത്തിൻ്റെ സ്തുതി. 2024 ഒക്ടോബർ 31 കാലം ചെയ്ത ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നു. തൻ്റെ ജീവിതത്തിലൂടെ അനേകരെ സ്വാധീനിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. എൻ്റെ ഓർമ്മകൾ അദ്ദേഹം ഒരു വൈദികനായിരിക്കുന്ന കാലഘട്ടത്തിലേക്ക് പോവുകയാണ്. അന്ന് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. ഞാനന്ന് ഒരു വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ്റെ പ്രൊമോട്ടറായിട്ട് ജോലി ചെയ്തിരുന്ന കാലഘട്ടം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുവാൻ അദ്ദേഹം എടുത്തതായ ത്യാഗത്തെക്കുറിച്ച് ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. പിന്നീട് 1974 അദ്ദേഹം മെത്രാപ്പോലിത്ത ആയതിനു ശേഷം, അന്ന് ഞാനൊരു ശമാശനായിരുന്നു, അദ്ദേഹത്തെ പലയിടങ്ങളിൽ വെച്ച് കാണുവാനിടയായി തീർന്നു. 1975 ഞാൻ ഒരു വൈദികനായി തീർന്നു. കുറച്ച് മാസങ്ങൾക്ക് ശേഷം എന്നെ ബാംഗ്ലൂരിലേക്ക് അയക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത് അദ്ദേഹം ബാംഗ്ലൂർ സന്ദർശിച്ചതിന് ശേഷം തിരികെ വന്ന് അന്നത്തെ കാതോലിക്ക ബാവ ആയിരുന്ന ശ്രേഷ്ഠ ബസേലിയോസ് പൗലൂസ് തിരിയൻ ബാവയുടെ അടുത്ത് എന്നെ ബാംഗ്ലൂർക്ക് അയക്കണമെന്ന് പറയുകയും അങ്ങനെ ഞാൻ ബാംഗ്ലൂരിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ ദീർഘമായ 9 വർഷക്കാലം ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു. അനേക സന്ദർഭങ്ങളിൽ അദ്ദേഹം എന്നെ ഫോണിൽ വിളിക്കുകയും അനേക കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുവാനായിട്ട്, അത് നിർവഹിക്കുവാനായിട്ട്, ബാംഗ്ലൂരിലുള്ള പല കാര്യങ്ങളും നിർവഹിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ആ സുഹൃത്ത് ബന്ധം വളർന്നു. പിന്നീട് ഞാൻ 2 വർഷക്കാലം 1984 മുതൽ 86 വരെ ന്യൂഡൽഹിയിലായിരുന്ന അവസരത്തിലും അദ്ദേഹം ന്യൂഡൽഹി സന്ദർശിച്ചതും അതിനു മുമ്പ് പല അവസരങ്ങളിൽ ബാംഗ്ലൂർ സന്ദർശിച്ചതും എല്ലാം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയാണ്. 1991 ഞാൻ മെത്രാപ്പോലിത്ത ആയതിനു ശേഷം അദ്ദേഹം അംഗമായിരുന്ന സിനഡിൽ ഞാനും ഒരു അംഗമായി തീർന്നു. അങ്ങനെ ഒരുമിച്ച് ഞങ്ങൾ ഈ സഭയുടെ ഭാവി ഭാഗതയും നിർവഹിക്കുവാൻ തക്കവണ്ണം ഒരുമിച്ച് പ്രവർത്തിച്ചു. 1995 ഉണ്ടായതായ വിധിക്ക് ശേഷം ഈ സഭയിൽ നിന്ന് കുറേ മെത്രാപ്പോലിത്തന്മാർ മറുപക്ഷത്തേക്ക് പോവുകയുണ്ടായി. ആ കാലഘട്ടത്തിൽ അചഞ്ചലമായി നിന്നുകൊണ്ട് ഈ സഭയെ അദ്ദേഹം നയിച്ചത് ഞാൻ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ട് അന്ന് ഞാനും ഉണ്ടായിരുന്നു. വളരെ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ആ കാലഘട്ടം തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വിഷമതകൾ നിറഞ്ഞതായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് 2002 അദ്ദേഹം ശ്രേഷ്ഠ കാതോലിക്ക ആയി വന്നതിന് ശേഷം പുതിയൊരു ചരിത്ര ഗതി ഉണ്ടാവുകയാണ് ചെയ്തത്. മാളിമഠ് കമ്മീഷനിലേക്ക് പോകുവാനായിട്ട് അദ്ദേഹം എന്നെയാണ് നിയോഗിച്ചത്. എൻ്റെ കൂടെ കുറേ പേരും ഉണ്ടായിരുന്നു. വളരെ നിർണായകമായ തീരുമാനം ആ കമ്മീഷൻ്റെ മുമ്പിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നു എന്ന് മാത്രമല്ല, അവിടെ നിന്ന് ആ കമ്മീഷൻ്റെ തീരുമാനങ്ങളെ വിയോജിച്ചുകൊണ്ട് ഞങ്ങൾ പോരുകയും ചെയ്തു. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതായ ഒരു കാര്യം 2002 നടന്നതായ പരിമല അസോസിയേഷൻ്റെ അന്ന് തന്നെ പുത്തൻകുരിശിൽ യാക്കോബായ സഭയുടെ ഒരു അസോസിയേഷൻ കൂടണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു. ഞാനും അദ്ദേഹത്തെ അതിൽ നിന്ന് തിരിയുവാനായിട്ട് പ്രേരിപ്പിച്ചു. എന്നാൽ അദ്ദേഹം അതിന് വഴങ്ങിയില്ല. നിശ്ചയദാർഢ്യത്തോടെ ഈ സമൂഹത്തിൻ്റെ യാക്കോബായ സഭയുടെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ആ അസോസിയേഷൻ അന്ന് നടക്കുകയുണ്ടായി. പിന്നീട് അനേകം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും അദ്ദേഹം ആ പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരു പോരാളിയായിട്ട് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ളത് ഞാൻ ഓർത്തെടുക്കുകയാണ്. അനേകയിടങ്ങളിൽ ഞങ്ങളെയൊക്കെ വിളിച്ച് കൂട്ടുമായിരുന്നു. എന്നാൽ എല്ലായിടങ്ങളിലും എനിക്ക് പോകുവാനായിട്ട് സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം ഈ സഭയുടെ ശ്രേഷ്ഠ കാതോലിക്ക ആയി ഈ സമൂഹത്തിന് നേടിയിട്ടുള്ളതായ വളരെ നേട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കി പറയുവാൻ സാധിക്കുന്നത്, വത്തിക്കാൻ ഇന്നത്തെ രീതിയിൽ ആയിത്തീരുന്നത് 16-ാം നൂറ്റാണ്ടിലാണ്.
ആ കാലഘട്ടത്തിലെ ചരിത്രം ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട്. അതിന് സമാനമായിട്ട് പുത്തൻകുരിശ് പാത്രിയർക്കാ സെൻറ്റർ, അനുബന്ധമായിട്ടുള്ള അനേകം കാര്യങ്ങൾ, അതുപോലെ പുത്തൻകുരിശ് കൺവെൻഷൻ, സൺഡേ സ്കൂൾ പ്രസ്ഥാനം എന്ന് വേണ്ട എത്രയെത്ര കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ ഉദിച്ച് അത് ആരംഭിച്ച് വളർത്തി എടുത്തിട്ടുള്ളത്. അങ്കമാലി ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലീത്തയായിരുന്ന അദ്ദേഹം ആ ഭദ്രാസനത്തിൻ്റെ അഭൂതപൂർവമായ വളർച്ചയിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏതൊരു വ്യക്തിത്വത്തെയും പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലും പല അപജയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ചരിത്രം അത് രേഖപ്പെടുത്തുമ്പോൾ ജയപരാജയങ്ങളെ മാത്രമല്ല, ഒരു വ്യക്തി പ്രതിസന്ധികളോട് എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും ഒരു ജനസമൂഹത്തിന് എങ്ങനെ നേതൃത്വം നൽകി എന്നുള്ളതും അത് എങ്ങനെ ആയിത്തീർന്നു എന്നുള്ളതും എല്ലാം കണക്കാക്കിക്കൊണ്ടാണ് ചരിത്രം ഒരു വ്യക്തിത്വത്തെ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്മരണ ഈ സമൂഹത്തിൽ, ഈ കേരള സമൂഹത്തിൽ മാത്രമല്ല ഈ ഭാരത സമൂഹത്തിൽ വളരെ മറന്നു പോകാത്ത ഓർമ്മയായിട്ട് നിലനിൽക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഈ കാലഘട്ടം ആഗോളവൽക്കരണത്തിൻ്റെ കാലഘട്ടമാണ്. ഈ സഭയിലെ ആളുകൾ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ സമൂഹത്തെ ഈ ആഗോളവൽക്കരണത്തിലൂടെ വളർന്ന ഈ സഭയെ അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരുന്നു കൊണ്ട് സുദീർഘകാലം നിർണായകമായ ആ സംഭാവനകൾ നൽകി നയിച്ച ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായുടെ ഓർമ്മയും അതുപോലെ അദ്ദേഹത്തിൻ്റെ സംഭാവനകളും വരും കാലങ്ങളിൽ തീർച്ചയായിട്ടും വിസ്മരിക്കാത്ത ഒരു വലിയ കാര്യമായിട്ട് നിലകൊള്ളും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ആ കാലം ചെയ്ത ബാവായുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.